തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ശാസ്തമംഗലം കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ആർ ശ്രീലേഖയും ശാസ്തമംഗലം ഉൾക്കൊള്ളുന്ന വട്ടിയൂർക്കാവിന്റെ എംഎൽഎ വി കെ പ്രശാന്തും തമ്മിൽ ആരംഭിച്ച ഓഫീസ് മുറി തർക്കം ഒരു വലിയ രാഷ്ട്രീയ നിയമയുദ്ധത്തിലേക്കാണ് നീങ്ങുന്നത്. ഓഫീസ് മുറിയായി വി കെ പ്രശാന്ത് എംഎൽഎ ഉപയോഗിച്ചു വരുന്ന ശാസ്തമംഗലത്തെ മുറി ഒഴിയണമെന്ന് ശ്രീലേഖ ആവശ്യപ്പെട്ടിടത്തു നിന്ന് തുടങ്ങിയ ചെറിയ ഒരു തർക്കം ഇന്ന് എത്തി നിൽക്കുന്നത് എംഎൽഎമാരുടെ ശമ്പളവും അലവൻസിന്റെയും കണക്കും അതിൽ ഓഫീസ് അലവൻസ് ഉണ്ടോ എന്ന തർക്കത്തിലുമാണ്. ഓഫീസ് മുറിക്കായുള്ള തർക്കം കോടതി കയറുമോ എന്ന സംശയം പോലും ഉയർന്നിട്ടുണ്ട്. എംഎൽഎമാർക്ക് കിട്ടുന്ന ശമ്പളവും അലവൻസുകളും എത്രയാണ് എന്നും അത് എന്തിനെല്ലാം ഉപയോഗിക്കുന്നു എന്നുവരെ ഇനി ചർച്ച ചെയ്യപ്പെടാൻ പോകുകയാണ്. ഓഫീസ് അലവൻസായി 25,000 രൂപ സർക്കാരിൽ നിന്ന് കൈപ്പറ്റുന്ന പ്രശാന്ത് ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിലെ ഓഫീസ് മുറിക്ക് വാടകയായി നൽകുന്നത് 872 രൂപയാണ് എന്നും ബാക്കി പണം പ്രശാന്ത് എന്ത് ചെയ്യുന്നു എന്നുമാണ് സമൂഹ മാധ്യമങ്ങളിലെ ചോദ്യം. ഇതിന് പല എംഎൽഎമാരും വിശദമായി തന്നെ തങ്ങളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ മറുപടി നൽകിയിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഒരു എംഎൽഎക്ക് കിട്ടുന്ന അലവൻസ്, അത് എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നു എന്നെല്ലാം വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. കോടതി വരെ കയറാൻ തയ്യാറായി നിൽക്കുന്ന ശ്രീലേഖ പ്രശാന്ത് പോരിൽ സമൂഹ മാധ്യമങ്ങളിൽ വന്ന പ്രചാരണമാണ് ഓഫീസ് അലവൻസായി 25,000 രൂപ എംഎൽഎക്ക് ലഭിക്കുന്നു എന്നത്. ഇതിന്റെ വസ്തുതയാണ് ചില എംഎൽഎമാർ ഫേസ്ബുക്കിലൂടെ വിശദീകരിച്ചിരിക്കുന്നത്. 2018 പാസ്സായ പേയ്മെന്റ് ഓഫ് സാലറീസ് ആൻഡ് അലവൻസ് ബിൽ പ്രകാരമാണ് കേരളത്തിലെ എംഎൽഎമാർക്ക് ശമ്പളവും മറ്റ് അലവൻസുകളും തീരുമാനിച്ചിട്ടുള്ളത്. 1951 ശമ്പളവും അലവൻസും സംബന്ധിച്ച നിയമം അഥവാ ദി പേയ്മെന്റ് ഓഫ് സാലറീസ് ആൻഡ് അലവൻസ് ആക്ട് 1951 ഇതാണ് കാലാകാലങ്ങളിൽ വരുത്തിയ ഭേദഗതികൾക്കൊടുവിൽ 2018 പുതിയ ബില്ലായി പാസാക്കിയത്. ഇത് പ്രകാരം കേരളത്തിൽ ഒരു എംഎൽഎക്ക് എല്ലാ ആനുകൂല്യങ്ങളും ഉൾപ്പെടെ ശമ്പളമായി ലഭിക്കുന്നത് പ്രതിമാസം 70,000 രൂപയാണ്. ഈ 70,000 രൂപ ഏതൊക്കെ വിഭാഗത്തിലാണ് എന്നും ഏതെല്ലാം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കണമെന്നും ഈ നിയമത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇതിൽ 2,000 രൂപയാണ് പ്രതിമാസ ഫിക്സഡ് അലവൻസ്, 25,000 മണ്ഡലം അലവൻസ് ആണ്. ടെലിഫോൺ അലവൻസായി 11,000 രൂപയും ഇൻഫർമേഷൻ അലവൻസായി 4,000 രൂപയും സാങ്ച്വറി അലവൻസ് എന്ന പേരിൽ 8,000 രൂപയും അടക്കം 50,000 രൂപയും TA ആയി 20,000 രൂപയും അടക്കമാണ് 70,000 രൂപ എംഎൽഎമാർക്ക് ശമ്പളമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിനു പുറമെ യാത്രാ ആനുകൂല്യങ്ങളായും ഒരു എംഎൽഎക്ക് നിശ്ചിത തുക സർക്കാരിൽ നിന്ന് ലഭിക്കും. സംസ്ഥാനത്തിനകത്തും പുറത്തും എത്ര ദൂരം യാത്ര ചെയ്തു എന്നത് പരിഗണിക്കാതെ കിലോമീറ്ററിന് 10 രൂപ നിരക്കിലാണ് റോഡ് യാത്രയ്ക്ക് അലവൻസ് നിശ്ചയിച്ചിട്ടുള്ളത്. ട്രെയിൻ യാത്രയിലാണെങ്കിൽ ഇന്ത്യയിലുടനീളം ഏത് ക്ലാസ് ടിക്കറ്റിലും സൗജന്യ യാത്രയ്ക്കായി പ്രതിവർഷം 4 ലക്ഷം രൂപയുടെ റെയിൽ കൂപ്പണുകൾ അനുവദിക്കും. ദിനപത്ര അഥവാ DA സംസ്ഥാനത്തിനകത്ത് 1,000 രൂപയും സംസ്ഥാനത്തിന് പുറത്താണ് എങ്കിൽ 1,200 രൂപ എന്ന നിരക്കിലും നിജപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ചികിത്സാ ആനുകൂല്യം, സർക്കാർ ചെലവിൽ 20 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ്, KSRTC ബസ്സുകളിലും ബോട്ടുകളിലും സൗജന്യ യാത്ര, പലിശരഹിത വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഭവന നിർമ്മാണ വായ്പ 20 ലക്ഷം രൂപ വരെ, മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് സൗകര്യം, പുസ്തകങ്ങൾ വാങ്ങാൻ വർഷം 15,000 രൂപ അലവൻസ്, ഇത്രയും ആനുകൂല്യങ്ങൾ വേറെയും ലഭിക്കും. ഐക്യ കേരളം രൂപീകൃതമാകുന്നതിന് മുൻപ് തിരുക്കൊച്ചി നിയമസഭയുടെ കാലത്ത് തന്നെ ദി പേയ്മെന്റ് ഓഫ് സാലറീസ് ആൻഡ് അലവൻസ് ആക്ട് 1951 നിലവിൽ വന്നിരുന്നു. എന്നാൽ ആ കാലഘട്ടത്തിൽ മണ്ഡലത്തിനായി പ്രത്യേക അലവൻസുകൾ അനുവദിച്ചിരുന്നില്ല. അതെല്ലാം പിന്നീട് കാലാകാലങ്ങളിൽ വന്ന ഭേദഗതികളിലൂടെ പരിഷ്കരിച്ചതാണ്. 2018 മുൻപ് 2012 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലും നിയമ ഭേദഗതി വന്നിരുന്നു. അന്ന് എംഎൽഎമാരുടെ മണ്ഡല അലവൻസ് പ്രതിമാസം 12,000 രൂപയായി നിജപ്പെടുത്തി. 2018 ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ജസ്റ്റിസ് JM ജെയിംസ് കമ്മീഷൻ ശുപാർശ പ്രകാരമാണ് ഈ അലവൻസ് 25,000 രൂപയായി ഉയർത്തിയത്. ഇത് നിലവിൽ 2025 തുടരുന്നു. മേൽപ്പറഞ്ഞ 70,000 രൂപയിൽ നിന്നാണ് കേരളത്തിലെ ഒരു എംഎൽഎയുടെ വാഹനത്തിന്റെ മെയിൻ്റനൻസ്, ഓഫീസ് നടത്തിക്കൊണ്ടു പോകുന്നത് ഉൾപ്പെടെയുള്ള ചെലവുകൾ ഇവയ്ക്കെല്ലാം തുക കണ്ടെത്തേണ്ടത്. ഒരു മണ്ഡലത്തിലെ ജനപ്രതിനിധി എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള ചിലവായാണ് മണ്ഡലം അലവൻസായി 25,000 രൂപ അനുവദിക്കുന്നത്. മണ്ഡലത്തിലെ ഓഫീസ് വാടക, സ്റ്റേഷനറി സാധനങ്ങൾ, തപാൽ ചെലവുകൾ, ജനങ്ങളുമായി ബന്ധപ്പെടാനുള്ള മറ്റ് ഓഫീസ് സംവിധാനങ്ങൾ എന്നിവയ്ക്കായി ഈ തുക വിനിയോഗിക്കാം. അതായത് ഓഫീസ് വാടക എന്ന ഇനത്തിൽ 1 രൂപ പോലും എംഎൽഎക്ക് ലഭിക്കുന്നില്ല എന്നർത്ഥം. പിന്നെയും എന്തർത്ഥത്തിലാണ് BJP ഹാൻഡിലുകൾ വ്യാപകമായി ഈ കള്ളം പ്രചരിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാകാത്തത്. പബ്ലിക് റെക്കോർഡായി ലഭ്യമായിട്ടുള്ള നിയമസഭാ രേഖകളിൽ നിന്നാണ് ഇത്രയും കാര്യങ്ങൾ വിശദമായി നമ്മൾ ഇവിടെ വിശദീകരിച്ചത്. വെറുതെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ പോലും നിയമസഭാ വെബ്സൈറ്റിന്റെ ലിങ്ക് ലഭ്യമാണ് എന്നിരിക്കെ ഈ പ്രചാരണത്തിന്റെ ഉദ്ദേശം രാഷ്ട്രീയം തന്നെയാണ് എന്ന് വ്യക്തമാകും.
തുടക്കകാലങ്ങളിലൊന്നും കേരളത്തിലെ MLA-മാർക്ക് സ്വന്തം മണ്ഡലങ്ങളിൽ MLA ഓഫീസ് എന്ന ഒരു പ്രത്യേക സംവിധാനം ഉണ്ടായിരുന്നില്ല എന്ന് ചരിത്രം പറയുന്നു. പിന്നെ എപ്പോഴാണ് MLA ഓഫീസ് എന്ന സമ്പ്രദായം കേരളത്തിൽ ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ കൈമലർത്തുകയേ നിർവാഹമുള്ളൂ. കാരണം അടുത്ത കാലത്തായി MLA ഓഫീസ് എന്ന ഒരു സ്ഥാപിതമായ സംവിധാനവും അവിടെ ജോലി ചെയ്യാൻ സ്റ്റാഫായി 1-2 പേരെയും നിയമിക്കുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട്. പണ്ടുകാലങ്ങളിൽ മിക്ക ജനപ്രതിനിധികൾക്കും അവരവരുടെ വീടുകൾ തന്നെയായിരുന്നു ഓഫീസ്. പിന്നീട് മണ്ഡലത്തിന് പുറത്തുള്ളവരും MLA-മാരായി മത്സരിക്കാനും വിജയിക്കാനും തുടങ്ങിയതോടെ അവരാണ് തങ്ങളുടെ ജനങ്ങൾക്ക് തങ്ങളെ കാണുന്നതിന് ഒരു വ്യവസ്ഥാപിതമായ ഓഫീസ് സംവിധാനം ഏർപ്പെടുത്തിയത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകനും കോൺഗ്രസ് നേതാവുമായ ചെറിയാൻ ഫിലിപ്പ് പറയുന്നുണ്ട്. വീട് തന്നെ ഓഫീസാക്കിയ അപൂർവം MLA-മാരിൽ ഒരാൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ശാസ്തമംഗലം ഡിവിഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട R. ശ്രീലേഖയ്ക്ക് മുൻ ശാസ്തമംഗലം കൗൺസിലറുടെ ഓഫീസ് സൗകര്യം പോരാ എന്ന് പറഞ്ഞാണ് ശാസ്തമംഗലത്തുള്ള VK പ്രശാന്തിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന മുറി ആവശ്യപ്പെടുന്നത്. മുൻ കൗൺസിലറിൽ നിന്ന് വട്ടിയൂർക്കാവ് MLA-യുടെ ഓഫീസ് മുറിയായി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ മുറിയെക്കുറിച്ച് അറിഞ്ഞ ശ്രീലേഖ അപ്പോൾ തന്നെ പ്രശാന്തിനെ വിളിച്ച് മുറി ഒഴിയണമെന്ന് ആവശ്യപ്പെടുന്നു. MLA അത് നിരാകരിക്കുകയും ചെയ്യുന്നു. ഒഴിപ്പിക്കാമെങ്കിൽ ഒഴിപ്പിച്ചോളൂ എന്ന് പ്രശാന്ത് മറുപടി നൽകി. ഇതാണ് ഇപ്പോഴത്തെ വിവാദങ്ങളിലേക്ക് നയിച്ചത്. അതിനിടെ കോൺഗ്രസ് നേതാവും കവടിയാർ ഡിവിഷനിലെ കൗൺസിലറുമായ KS ശബരിനാഥൻ കൂടി പ്രശാന്ത് ഓഫീസ് ഒഴിയുന്നതാണ് ഉചിതമെന്ന് ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയതോടെ രാഷ്ട്രീയ രംഗഭൂമിക കൊഴുത്തു. ശ്രീലേഖയും പ്രശാന്തുമായി നടക്കുന്ന പിടിവലിയിൽ ആര് ജയിക്കുമെന്ന് കണ്ടറിയണം. താൻ വാടക കരാർ എഴുതിയാണ് ഓഫീസ് ഉപയോഗിക്കുന്നത് എന്നും 3 മാസം കൂടി തനിക്ക് അവിടെ കാലാവധിയുണ്ട് എന്നും പ്രശാന്ത് MLA വാദിക്കുന്നുണ്ട്. അത് കഴിയാതെ ഇറങ്ങാനാകില്ല എന്നും MLA പറയുന്നു. നിയമപരമായിട്ടാണ് എങ്കിൽ കോടതി വഴി തന്നെ മുന്നോട്ട് പോകാമെന്നാണ് MLA-യുടെ നിലപാട്. വേണ്ടിവന്നാൽ കോടതി വരെ കയറാൻ തയ്യാറായി ശ്രീലേഖയും മറുവശത്ത് നിൽപ്പുറപ്പിക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ നിയമയുദ്ധമായി മാറും. തിരുവനന്തപുരം നഗരത്തിലെ കണ്ണായ സ്ഥലത്തുള്ള കെട്ടിടത്തിനു വേണ്ടി രാഷ്ട്രീയ യുദ്ധം വരും ദിവസങ്ങളിലും മുറുകുമെന്ന് ഉറപ്പാണ്.